അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ മൈനോറിറ്റി ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ ഈ ഒരു 1% ആയിട്ടുള്ള ഈ സ്കില്ല് താല്പര്യം സ്കില്ല് മാത്രമല്ല താല്പര്യത്തിൽ വീട്ടിൽ എടുത്ത ടീം ഉണ്ടല്ലോ, ഓരൊക്കെ ഇപ്പോഴാണ് പൊന്തി വരുന്നത്. നമ്മളിപ്പോൾ ഫോർത്ത് ഇയർ എത്തിയല്ലോ, ഫോർത്ത് ഇയർ എത്തുമ്പോൾ അവരെ സ്കില്ലൊക്കെ ഫുള്ളി ഡെവലപ്ഡ് ആണ്. ശരിക്കും അത്ര ടൈമൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ ഡെവലപ്ഡ് അല്ല, എനിക്ക് ഓരോ സ്കില്ല് പുറത്തുകൊണ്ടുവരാൻ ചാൻസ് കിട്ടുന്നത്, ഒരു വേദി കിട്ടുന്നത്. അപ്പൊ നമ്മളെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് വെച്ചാൽ 10 lakhs ഒരു റോബോവാർ കോമ്പറ്റീഷന് പോയിട്ട് വിൻ ചെയ്തിട്ട് വന്ന, റോബോവാർ അല്ല റോബോട്ടിക് കോമ്പറ്റീഷന് പോയിട്ട് വിൻ ചെയ്തിട്ട് 10 lakhs കിട്ടിയ. അതുപോലുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ അതൊന്നും അറിയുന്നില്ല ആരും. സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ മുന്നേ ഒരു അങ്ങനെ ഒരു പരിപാടിയൊക്കെ നടത്തിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് കൊടുത്തിരുന്നെങ്കിൽ അവർ ചിലപ്പം ആ സമയത്തെ ചിലപ്പം ചെയ്തിട്ടുണ്ടാവും. അല്ല, അവരുടെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരീഡ് പോലും അവർക്ക് ഫ്രീ കൊടുക്കാതെ ലാസ്റ്റ് കിട്ടുന്ന ലഞ്ച് ബ്രേക്കും ഫ്രീ പീരീഡും എല്ലാ സമയം അവർ ഉപയോഗിച്ചിട്ടാണ് സത്യം മാൻഡേറ്ററി 75% അറ്റൻഡൻസിന്റെ പ്രശ്നങ്ങൾ. അവർക്കൊരു കുറച്ച് സമയം എക്സ്ട്രാ കൊടുക്കുമായിരുന്നെങ്കിൽ അവർ ഇതിലും മേള് ചെയ്യുമായിരുന്നു. ഞാൻ പറയാം സെൽഫ് ബാലൻസിങ് ശരിക്കും ഈ മാൻഡേറ്ററി ഒഴിവാക്കിയിട്ട് വേറെ എന്തോ സ്കീം ഉണ്ടായിരുന്നു. ആവശ്യം എല്ലാ പിള്ളേർക്കും ഒരേപോലെ അല്ല ഗ്രാഫ്. അത് ശരിയാ. വെച്ചാല് മാൻഡേറ്ററി ഒഴിവാക്കിയിട്ട് പക്ഷെ ഇവര് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പ്രശ്നം എന്തായിരിക്കും പറഞ്ഞാല് പലരും ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് വെറുതെ ടൈം നോക്കും. പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നവർക്ക് അതിന്റെ ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്താൽ ഈ ഒരു അറ്റൻഡൻസ് വൈവർ പോലത്തെ സമയം സ്റ്റാർട്ടപ്പ് തുടങ്ങാനൊക്കെ താല്പര്യമുള്ളവർക്ക്, നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് അറ്റൻഡൻസ് ഷോർട്ടേജ്. അപ്പൊ നമുക്ക് ടൈമില്ല, ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്കുള്ള ടൈമില്ല. പിന്നെ രാത്രി നട്ടപ്പാര് വരെ ബ്രേക്ക് എടുക്കണം. അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ടിവിറ്റി ഉണ്ട്, റെക്കോർഡ് എഴുതണം, പ്രോജക്ട് ഉണ്ട്, അസൈൻമെന്റ് ചവർ പോലെ തന്നിടും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ ടൈമില്ല. ഉറങ്ങണ്ടേ? ഒരു ദിവസം ഒരു മിനിമം 4-5 മണിക്കൂർ ഉറക്കം വേണ്ടേ? 5 മണിക്കൂർ അത്ര പറയുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും വേണ്ട. അതും കിട്ടുന്നില്ല. ചോയ്സ് ഇല്ല. യൂണിവേഴ്സിറ്റിന്റെ സപ്ലികളും സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒന്നിക്കും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ രണ്ടൊപ്പരം കൊണ്ടുപോകാൻ പറ്റും, വലിയ പ്രശ്നമൊന്നുമില്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ തരയുന്ന എക്സാമിന് പഠിച്ചിട്ട് പാസ്സാകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ക്ലാസിന്റെ മാൻഡേറ്ററി സംഭവം ഒഴിവാക്കി, ക്ലാസ് വേണ്ടെന്നല്ല, ക്ലാസ് ഒന്ന് മാൻഡേറ്ററി ഒഴിവാക്കിയിട്ട് വല്ല പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നവർക്ക് അതിന്റെ ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്താൽ ക്ലാസ്സിൽ അറ്റൻഡൻസ് വേവർ ആവാം. എനിക്കിപ്പോൾ അങ്ങനെ സ്കീം ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ, പക്ഷേ ഇതുവരെ KTU സ്റ്റുഡൻസിന് ആർക്കും അങ്ങനെ സ്കീം ഉണ്ടോ അറിയില്ല. അറിയുന്ന ആരും കണ്ടൊന്ന് കമന്റ് ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും ഫൈനസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റേ ബിറ്റ്സിലൊന്നും ഈ മാൻഡേറ്ററി 75% ഇല്ല. എന്നിട്ടും അവർ ഫൈനസ്റ്റ് ആയി നിൽക്കുന്നില്ല പിള്ളേർ ക്ലാസ്. അല്ലാതെ പഠിക്കേണ്ടവർ എവിടെയെങ്കിലും പഠിക്കും, പഠിക്കും. അപ്പൊ നമുക്കറിയാലോ, നമ്മളിപ്പോ കോളേജിൽ ഫസ്റ്റ് എടുക്കുമ്പോൾ പല മാറ്റങ്ങളാണ് വരുന്നത്. ലൈക് കഴിവുള്ളവർക്ക് ആ കഴിവ് എക്സ്പ്രസ് ചെയ്യാനും അങ്ങനെയുള്ള പല സംഭവങ്ങളും. ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ പബ്ലിസിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. മൈദ ഉപയോഗിച്ചിട്ടാണ് അത് ഇതുവരെ അറിയാത്ത മൈദ വെച്ചിട്ടാണ് പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ള സത്യം. അതെ, മൈ ഹോൾ ലൈഫ് വാസ് എ ലൈ എന്നാണ് ഇപ്പൊ സൂര്യ പറഞ്ഞത് എന്നോട്. ഞാൻ സത്യം വിചാരിച്ച ബാക്കിൽ മറ്റേ സൈഡ് ടാപ്പ് വെച്ചിട്ട് പോസ്റ്റർ ഒട്ടിക്കുക എന്നൊക്കെ ചോദിച്ചേ. സത്യം തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, പിന്നെ കണ്ണൂർ. അതിനിടയിൽ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് എടുത്തുമ്പോ പോലീസ് വിളിച്ചിട്ട് വാ നിർത്തിക്കോ. അത് ശരിക്കും ആ ഒരു സിറ്റുവേഷനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം. പിന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയ ഫ്രീ പബ്ലിസിറ്റി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പക്ഷേ ഏതോ ഒരു പരിപാടി ഒന്നും പറയണ്ടില്ല. പ്രൊമോഷൻ കിട്ടി. എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് എത്തില്ല. ഒരാൾ പറഞ്ഞ പോലെ നെഗറ്റീവ് പബ്ലിസിറ്റി. അപ്പൊ നമ്മളിപ്പോ ലാസ്റ്റത്തെ ഈ ഒരു മാസത്തിലാണ് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് വർക്ക് തുടങ്ങിയത്. അപ്പം എല്ലാ ഒരു കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഒരു മാസത്തിലാണ് വർക്ക് തുടങ്ങി. ഇപ്പം എല്ലാവരും ഏകദേശം അതിന്റെ ഫൈനൽ സ്റ്റേജിലെത്തി. ഇനിയിപ്പം ഏകദേശം അതിന്റെ ഫൈനൽ ലാപ്പിലാണ് നമ്മൾ എത്തിക്കുന്നത്. നമ്മളിപ്പം മീഡിയ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഇൻസ്റ്റയിൽ നമ്മളൊരു 5 ലക്ഷം അക്കൗണ്ട്സിന്റെ അടുത്തോളം റീച്ച് നമുക്ക് നമ്മളെല്ലാ വീഡിയോസിനും കൂടി എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു മാസത്തിന്റെ ഒരു മാസത്തിന്റെ അടുത്ത് നമുക്കൊരു 5-5.5 ലക്ഷത്തിന്റെ അടുത്ത് അക്കൗണ്ട്സിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ അക്കൗണ്ട്സ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പഠിച്ചു എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഒരു ഇത് എത്തിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് റീച്ച് എത്തിക്കാൻ മനസ്സിലായി. എങ്ങനത്തെ വീഡിയോ ആണ് ആൾക്കാർ കാണുന്നത്, എങ്ങനത്തെ റീച്ച് കുറയും, എങ്ങനത്തെ ലൈക്ക് കൂടുതൽ ഷെയർസും കാര്യങ്ങളൊക്കെ വരും, എത്രത്തോളം ഹിറ്റ് ആവും. മോസ്റ്റ്ലി വീഡിയോസ് എന്താ പറയാ, കുറെ ആള് പറയുന്ന ഒരു പരാതി എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി കുറവാണ് വീഡിയോസിൽ. ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചാൽ നമ്മള് ടെക് ഫെസ്റ്റിന് ഒരു എന്താ പറയുക ഒരു ഡെഡ് ലൈൻ വന്നു. ഈ ഒരു ഡെഡ് ലൈനുള്ളിൽ നമ്മുടെ ടെക് ഫെസ്റ്റ് ഇത്ര പ്രൊമോട്ട് ആവും.
അപ്പൊ നമ്മൾ അവിടെ ക്രിയേറ്റിവിറ്റിനെക്കാട്ടി കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് നമ്മുടെ വീഡിയോസിന്റെ പകുതി അല്ലെങ്കിൽ ഒരു 70% തന്നെ മാർക്കറ്റിംഗ് ആണ്. ക്രിയേറ്റിവിറ്റിയുടെ വീഡിയോസ് വരുന്നത് ഒരു ട്രെയിലർ, ടീസർ, ആ ഒരു വൈബിൽ മാത്രം വരുമ്പോൾ മാത്രം 1-2 വീഡിയോസ് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റും. ക്രിയേറ്റിവിറ്റി ഫുള്ളി ഫോക്കസ്ഡ് ആകുമ്പോൾ നമ്മുടെ വീഡിയോസിന്റെ എണ്ണം കുറയും, ലാഗ് ആവും. ഇൻസ്റ്റയുടെ ആൾക്കാർ പഠിച്ച ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും എന്താ ഇൻസ്റ്റ കുടിക്കേണ്ടി വന്നൂലേ. അത് പഠിച്ചു കഴിഞ്ഞപ്പോ അറിയാം ഇൻസ്റ്റയില് കളിക്കുന്നത് ക്രിയേറ്റിവിറ്റി അല്ല, അതെല്ലാവർക്കും അറിയാം. സത്യം ഇൻസ്റ്റയില് വ്യൂസ് കിട്ടണ എങ്ങനെയാന്ന് അതറിയാം, ആർക്കും ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ സ്റ്റിൽ വ്യൂസ് കിട്ടുന്ന വേറെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ എന്താ പറയാ ഒരു ഇൻസ്റ്റാ പേജ്. നമുക്ക് ഈ ടെക് ഫെസ്റ്റിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഉണ്ടായത് ഏകദേശം 400 ഫോളോവേഴ്സാണ്. ഇപ്പൊ അത് ഏകദേശം ഒരു 2200 റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്താ പറയാ ഒരു 5 times ഗ്രോത്ത് ഉണ്ട്. റീച്ചിലുള്ള ഗ്രോത്ത് എക്സ്പോണൻഷ്യൽ. അതും ഒരു മാസത്തിന്റെ ഉള്ളിലാണെന്നുള്ള രീതിയിൽ. ഫോളോവേഴ്സിന്റെ എണ്ണം നോക്കണ്ട, റീച്ച് എത്ര കൂടി 5.5 ലക്ഷത്തിന്റെ അടുത്ത് അക്കൗണ്ട്സിൽ എത്താന്ന് ഗ്രോത്ത് ആണ്. എന്താ പറയാ അങ്ങനെയൊക്കെ ഇത്രയും റീച്ച് കിട്ടുന്ന നമ്മളും വിചാരിച്ച കാര്യമല്ല. പക്ഷെ നമ്മള് വിചാരിക്കുന്നത് എന്താ, നമ്മള് കുറെ റീൽ ഇടുന്നത്, ഇവിടുത്തെ മാത്രം ഷെയർ ആക്കുന്നത്. പക്ഷെ സംഭവം കത്തിയോട് കയറി. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം. ഇപ്പൊ ഞാനായാലും ഞാൻ മറ്റേ റേഡിയോ പാർട്ണർ ക്ലബ് FM അടുക്ക പോയത് നിന്നോട് പറഞ്ഞു, ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം അതൊക്കെ പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയത് ഈ ഒരു ഫെസ്റ്റ് നടന്നു കഴിഞ്ഞാൽ. ഈ ഒരു ഫെസ്റ്റ് ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് ഈ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റി. അത് മാത്രമല്ല നമുക്കിപ്പോ ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട് ഈ ഒരു ഇതിലെന്താ പറയാ ഇതിന്റെ ഒരു പാർട്ടാകും. ഇപ്പം ഈയിടെ തന്നെ നമുക്കൊരു എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ മീഡിയ ടീം ആരാ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഡിസൈൻ ടീം ആരാ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ. ഇത് നമ്മളെ ലൈഫ് പോർട്ട്ഫോളിയോ ആണ് ഇത്. ഈ ഇതിന്റെ ഒരു വർക്ക് വെച്ചിട്ട് തന്നെ ആൾക്കാർ ഇപ്പം എൻക്വയറി ചെയ്യാൻ തുടങ്ങി. ടീമിൽ എന്താ ഇത് അടിപൊളിയാണല്ലോ, ഒരു കരിയറിലേക്ക് വേണമെങ്കിൽ ബ്രാഞ്ച് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടി. കൂടി ഒരു എന്താ പറയാ ഒരു മൾട്ടി ഫെസ്റ്റിവൽ ടെക് ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ അന്നേരമാണ് KTU വരുന്നത്. അതെ, ഒരു 5 സപ്ലി എങ്ങനെ സൂചിക്കണ്ടേ, അങ്ങനെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ഡെവലപ്പ് ആണ്. ഒരു 5 സപ്ലി പിടി. ഇപ്പൊ നമ്മുടെ മീഡിയ മാത്രം അങ്ങനെയല്ല, ഈ വരക്കുന്ന ആൾക്കാർക്കൊക്കെ വാൾ പെയിന്റ് അതെ ഇപ്പൊ 12:30 വരെ 1 മണി വരെയൊക്കെ ഇരുന്ന് പിന്നെ വരച്ച് ലൈക്ക് നമ്മൾ ഈ ഒരു പെയിന്റിംഗ് കണ്ടിട്ട് ഞെട്ടി. ഇത്ര കഴിവുള്ള ആൾക്കാർ നമ്മള് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ടെക് ഫെസ്റ്റ് എന്ന സംഭവം വന്നപ്പോഴാണ് എന്ത് ചെയ്ത് കുറെ പിള്ളേരൊക്കെ എന്താ ചെയ്യാ ഈ വാൾ പെയിന്റിലും കാര്യങ്ങളൊക്കെ ചെയ്ത് സംഭവമായത്. നമ്മളിപ്പോ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്, ടെക്നിക്കൽ ഇതാണ് നമ്മളെ ഫീൽഡ്. അതിലേക്ക് ഇത്രയും ക്രിയേറ്റീവ് കഴിവുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് നമ്മൾ ഈ ഫെസ്റ്റിൽ അറിയില്ല. സത്യം പറഞ്ഞാൽ ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ള കുറെ ആളുണ്ട് ഡിസ്കവർ ചെയ്യുന്ന തന്നെ ഈ ഒരു ഫെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോ. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഈ ഡ്രോണിന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ അങ്ങനത്തെ റോബോട്ട് അതിനൊക്കെ സംഭവങ്ങൾ എവിടെ വരും, ഈ ഒരു ടെക്നിക്കൽ ഇവന്റ്സ് നടക്കുന്ന സമയത്ത് വരും. ഇപ്പൊ ഈ ഡ്രോണിന്റെ വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഡ്രോൺ ഈ ഒരു ഇതില് നിൽക്കുന്നത്, പറക്കുന്നത് ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പം അതൊക്കെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ടെക് ഫെസ്റ്റ് വരുന്ന സമയത്ത് എന്താ പറ്റും, നമുക്കത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിന്റെ വർക്കിംഗ്, ഇതാണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പറ്റും. 4 കൊല്ലം കൊണ്ട് ഒരു KTU എന്ന യൂണിവേഴ്സിറ്റി തരാത്തൊരു സ്കിൽസ് നമുക്ക് ഈ ഒരു 3 ദിവസത്തെ ഇതുപോലെ 2-3 ഫെസ്റ്റ് നടത്തിയ സത്യം പറഞ്ഞാൽ ഈ 4 കൊല്ലം പഠിക്കുന്നതിനായിട്ട് കൂടുതൽ കമ്മിറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഈ ഒരു മാസം തന്നെ എടുത്തു നോക്കാം. ഈ ഒരു മാസത്തിൽ തന്നെ നമ്മൾ ആ ഒരു ക്യാരക്ടർ ആർക്ക് നമുക്ക് നോക്കാൻ പറ്റും. ക്യാരക്ടർ ആർക്ക് സത്യം പറഞ്ഞാൽ പല ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ എക്സ്ട്രോവേർട്ട് ആവുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ ഡീൽ ചെയ്യാൻ പഠിക്കുന്നു, ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നു. പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ പഠിക്കുന്നു. വളരെ വലിയ പോയിന്റ്, പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ പഠിക്കുന്നു. അതെ, നെഗറ്റീവ് പോയിന്റ്സ്. ഇപ്പൊ ആൾക്കാർ നമ്മളെ തളർത്തുമല്ലോ, നമ്മള് ലൈക്ക് ചെയ്ത വർക്ക് ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ലൈക്ക് കുറെ ആൾക്കാർ നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ കുറെ. ഇപ്പൊ നമ്മള് യൂട്യൂബിന് കമന്റ്സ് വെച്ചാൽ വന്നിട്ട് തെറി വിളിക്കുന്ന ടീമുണ്ടാവല്ലോ, അതുവരെ റിയൽ ലൈഫിൽ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരും. നമ്മളൊന്നുമല്ല, ഇപ്പൊ നമ്മളെ കണ്ണിൽ നേരെ നോക്കിയിട്ട് ഈ ഒന്നുമല്ല, ഈ ചെയ്തൊന്നുമല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ, അവൻ അവിടെ നിന്ന് പറഞ്ഞോട്ടെ. നമുക്കെന്താ, നമ്മൾക്കറിയാം നമ്മൾ ലൈക്ക് പ്രൗഡാണ്, നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് പ്രൗഡല്ല, ഐ മീൻ നമ്മള് ലൈക്ക് അറിയാം, നമ്മളെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നമുക്കറിയാം, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് അവിടെ ഡെവലപ്പ് ആണ്. ലൈക്ക് നമുക്ക് എന്താ പറയാ, നമുക്ക് ലൈക്ക് എന്ത് ഇഷ്യൂ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ആരെ നമ്മളെ നെഗറ്റീവ് അടിച്ചാലും ഇപ്പൊ നമ്മളെ കണ്ണിൽ തന്നെ നോക്കിയിട്ട് പറയാം ഈ ചെയ്ത വർക്കൊന്നും അല്ല, ലൈക്ക് ഇതൊന്നല്ല, ഇതിൽ നല്ല വർക്ക് ചെയ്യുന്നവരുണ്ട് കാര്യം പറഞ്ഞാലും ഒക്കെ നമുക്കറിയാം നമ്മൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പൊ അതേമാതിരി തന്നെ ഇപ്പൊ യൂട്യൂബിൽ അതേമാതിരി നമ്മൾ തളർത്താൻ കുറെ ആളുണ്ടാവും. ലൈക്ക് നമുക്ക് പക്ഷേ ചെയ്യാൻ നമ്മൾ സെൽഫ് ബിലീവ് ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റും.
ലൈക്ക് അതാണ് നമ്മൾ ചെയ്താലല്ലോ അറിയുള്ളൂ. ലൈക്ക് നമ്മൾ എന്താ എത്ര വരെ എത്തുന്നുള്ളൂ. ലൈക്ക് നമ്മൾ ചെയ്യാണ്ടൊക്കെ നെഗറ്റീവ് അടിച്ചു അങ്ങനെ പറഞ്ഞു ഓ ബാഡ് ആയല്ലോ നിർത്താന്ന് പോയാൽ പോയി. ലൈക്ക് പക്ഷെ ഈ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ ഒരു കാര്യം കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. കൺസ്ട്രക്റ്റീവ് ആയിരിക്കും. ഒരു നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അത് എന്താ പറയാ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവർക്ക് അതിനകത്ത് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താന്ന് വെച്ചാൽ പറയാം, ഒന്നാകെ നിങ്ങളുടെ തീരെ പോരാ, നിങ്ങളെ റെഡി അല്ല. അങ്ങനെ പറയരുത്. ലൈക്ക് അത് പറയാണ്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യാ കുറച്ചുകൂടെ നന്നാക്കിയതിനും അവിടെ ഇത് ചെയ്യാം ഒന്നുകൂടി മെച്ചപ്പെടുത്തേനി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പക്ഷെ പ്രശ്നം എന്താ വെച്ചല്ലോ ഈ ക്രിറ്റിസിസം ചെയ്യുന്നവർക്ക് ഇതിനെ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഐഡിയ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ അല്ല പറയാം. ഐഡിയ ഉണ്ടെങ്കിൽ ഒരു അറിയാം ഓ ഇത് ചെയ്താൽ നല്ലപോലെ ആവുമെന്ന് പറയാം. ഐഡിയ ഇല്ലാത്ത മാത്രല്ല അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിഷമമാണ്. അതിന്റെ ഒരു ഇതുണ്ട്. അതെ അതെ. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു ക്രിറ്റിസിസം വരുന്നത്. അവർക്ക് വീഡിയോ ചിലപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അത് പറഞ്ഞപ്പോ ചിലപ്പോ നമ്മളോടൊന്ന് പറയണല്ലോ എന്താ പറയാ നന്നായി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു ഈഗോ ഈഗോ അങ്ങനെ ഈഗോ വെച്ചോണ്ട് കിടക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈഗോ അവിടെ വെക്കലേ ഉണ്ടാവുള്ളൂ. നമ്മളെടുത്തെന്ന് പറയാ ഇത് പോരട്ടോ കുറച്ചുകൂടെ സെറ്റ് ആക്കണം. നമ്മുടെ ഈ ഏറ്റവും റീച്ച് കയറിയ ഒരു വീഡിയോ ഉണ്ട്, ഏകദേശം 3,70,000 വ്യൂസ് കയറിയ. അതില് നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്ത് നിന്നപ്പോ നമുക്ക് കിട്ടിയൊരു എന്താ പറയാ റെസ്പോൺസ് എന്ന് പറയുന്നത് അയ്യോ ഇതെന്താ ഇങ്ങനെ നിങ്ങൾ നിങ്ങളെന്താ ഉദ്ദേശിച്ചത്, ഇതിലെന്താ സംഭവം ആർക്കും ഒന്നും അറിയില്ല. നമ്മളവിടെ ചെയ്തതെന്ന് വെച്ചാൽ പക്ക ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾ അതിൽ ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ട് ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് പോകും. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്യൂരിയോസിറ്റി ബിൽഡപ്പ് ചെയ്യാം. ലാസ്റ്റ് അതിൽ പറയുന്നുണ്ട് 13 days to go മാത്രമാണ്. അപ്പൊ ആൾക്കാർ 13 ദിവസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിന് വേണ്ടിയിട്ട് ആൾക്കാർ നിന്നത്. എന്നിട്ട് അവര് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവർ എന്താ ചെയ്യാ നമ്മുടെ പേജ് എടുത്ത് ഓപ്പ് ചെയ്യും.